ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവിയിലാണ്. കഴിഞ്ഞ ജനുവരിയിൽ ഞാനിവിടെ ഗവി വന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഇപ്പോഴും ആ വീഡിയോയിലൂടെ കമൻറ്റിലൂടെ ധാരാളം ആളുകളാണ് സ്വന്തം വാഹനത്തിൽ ഗവിക്ക് വരുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഗവിയിൽ വന്നിട്ടുള്ളത്. അവർ സ്വന്തം വാഹനത്തിൽ ഗവിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. എന്നാൽ നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഗവി യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഗവി കക്കി ഓൺലൈൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ എൻ്റർ ആയ അന്നത്തെ ഡേറ്റും തൊട്ടടുത്തുള്ള 2 ദിവസങ്ങളിലെ ഡേറ്റും ആക്റ്റീവായിട്ട് നമുക്കിവിടെ കാണാം. ആദ്യം നമുക്ക് ഡിസംബർ 29-ന് ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം. നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഡിസംബർ 29 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 30 വാഹനങ്ങൾ മാത്രമേ ഗവിയിലേക്ക് കടത്തിവിടത്തുള്ളൂ. എന്ന് വെച്ചാൽ 30 രജിസ്ട്രേഷൻ മാത്രമേ ഒരു ദിവസം നടക്കത്തുള്ളൂ. ഇനി നമുക്ക് ഡിസംബർ 30-ന് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. ഡിസംബർ 30-ന് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 100 രൂപയും വിദേശികളാണെങ്കിൽ 200 രൂപയുമാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. എൻട്രി ടൈം രാവിലെ 8:30-നും 11-നും ഇടയ്ക്കാണ്. എൻട്രി പോയിന്റ് വരുന്നത് ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുമാണ്. ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകണം. അതിനായിട്ട് കണ്ടിന്യൂ എന്ന് കാണുന്നില്ലേ, ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഫോം, അവിടെ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ ഒരാളിൻ്റെ ഫുൾ നെയിമും ലൊക്കേഷനും സ്റ്റേറ്റും എല്ലാം ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ ID കാർഡ്, ആധാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പരും കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് വാഹനം കാറെങ്കിലോ അല്ലെങ്കിൽ ട്രാവലറോ ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്യണം. എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പരും മെയിൽ IDയുമാണ് എൻ്റർ ചെയ്യേണ്ടത്. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇത് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. നമുക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ കാർഡ് വഴിയോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നമ്മൾ പോകുന്നില്ലെന്ന് വിചാരിച്ചാലും ഈ പൈസ നമുക്ക് പിന്നെ റീഫണ്ടായിട്ട് കിട്ടത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ബുക്കിംഗ് സക്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം. കൂടാതെ ടിക്കറ്റ് നമ്പരും അതിൻ്റെ കൂടെ തന്നെ കാണാം. ടിക്കറ്റ് നമുക്ക് മെയിൽ IDയിലും ലഭിക്കുന്നതാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുമായിട്ട് നമുക്ക് ഇനിയും ആങ്ങമൂഴിയിലുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ പത്തനംതിട്ട വടശ്ശേരിക്കര ചിറ്റാർ വഴിയാണ് ഇവിടേക്ക് വരുന്നത്. ചിറ്റാർ വരെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 110 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടിപ്പെരിയാറേ ഉള്ളൂ പെട്രോൾ പമ്പ്. ഇതാണ് ആങ്ങമൂഴി ജംഗ്ഷൻ. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് ഗവിക്ക് പോകേണ്ടത്. നമുക്ക് ആദ്യം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞൊരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ആങ്ങമൂഴി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ നമുക്ക് ഗവിയിലേക്കുള്ള എൻട്രി രാവിലെ 8:30-ക്കും 11 മണിക്കും ഇടയ്ക്കാന്ന് പറഞ്ഞിട്ട് അത് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നുള്ളതല്ല. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ആണ് നമുക്ക് ആദ്യം വരുന്നത്. അവിടെ നിന്നുള്ളൊരു ടൈമാണ്. അതുകൊണ്ടൊരു 8 മണി ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്. ഞങ്ങളിവിടെ 8 മണിക്ക് വന്നു. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ രാവിലെ 8 മണിക്ക് തന്നെ ഓപ്പൺ ആകും കേട്ടോ. ഓൺലൈൻ വഴി നമുക്ക് കിട്ടിയ ടിക്കറ്റ് ഇവിടെ കാണിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഒരു ഫോം തരും. ആ ഫോമിൽ നമ്മുടെ കൂടെ എത്ര പേര് വന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പേര്, അഡ്രസ്സ്, വയസ്സ്, ഫോൺ നമ്പർ ഇത്രയും നമ്മൾ ഈ ഒരു ഫോമിൽ ഫില്ല് ചെയ്യണം. ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു മേഡം ചോദിച്ചു, യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഇനി ഗവിയിലേക്ക് പോകുവാനുള്ള പ്രവേശന പാസ് കിട്ടും. ഇതാണ് ഗവിക്കുള്ള എൻട്രി പാസ്. ഇത് നമ്മുടെ യാത്ര അവസാനിക്കുന്നവരെ സൂക്ഷിച്ചു വെക്കണം. പിന്നെ ഇതിനോട് ചേർന്ന് ഈ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇനിയുള്ള യാത്രയുടെ ഒരു റൂട്ട് മാപ്പ് ഇവിടെ കാണാം. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, നമുക്കിനി പോകുന്ന വഴി കാണേണ്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പൊതിച്ചോറ് വിൽക്കാൻ വന്നൊരു ചേച്ചിയാണ്. നമ്മൾ യൂട്യൂബറാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൂടുതലായിട്ടോ ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിലും ഈ ചേച്ചിയെ നേരത്തെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അതുമായിട്ട് ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ സമ്മതത്തോടെ തന്നെ ചേച്ചിയുടെ നമ്പർ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗവിയിലേക്കുള്ള എൻട്രി പാസ്സൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും ആങ്ങമഴി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്കാണ് നമുക്കിനിയും ഗവിക്ക് പോകേണ്ടത്. ഈ ബസ് കണ്ടില്ലേ, പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിക്കുള്ള ബസ്സാണ്. എൻ്റെ ദൈവമേ, ഇന്നത്തെ തിരക്ക് കണ്ടോ. ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് എല്ലാവരും നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഇനി ഒരു 100 കിലോമീറ്ററോളം അവരിനി നിൽക്കണം. അങ്ങനെ ഗവിയിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്, കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്. നമുക്ക് അവിടെ നിന്നിട്ട് എൻട്രി പാസ് ഇവിടെ കാണിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്ക് ഈ ആങ്ങമൂഴി ജംഗ്ഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആഹാരം കഴിക്കാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലൂടെ ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു, ഈ നമ്മുടെ യാത്രയിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഈ ഓഫീസിനോട് നമുക്കൊന്ന് ചോദിക്കാം. സാർ, ഈ ഫോറസ്റ്റിനകത്ത് വെച്ചിട്ടേ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും മിസ്സിംഗ് എല്ലാം കാണിച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പാസ് കുറച്ചുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് വിളിക്കുക. അത് ഇവിടുത്തെ റേഞ്ച് ഓഫീസിലേക്ക് നമ്പറാണ്. ആണല്ലേ. ലേഡീസ് ഒക്കെയാണ്, നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് വേറെ ഉണ്ടല്ലോ? ഒന്നുമില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. ഫോറസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് പിന്നെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അത് KCB ക്യാൻറ്റീനുണ്ട്. ഗവി ചെന്ന് കഴിഞ്ഞോ? ഗവി ഉണ്ട്, അതിന് മുമ്പ് 40-ലുണ്ട്. അങ്ങനെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും ഗവിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓഫീസർ പറഞ്ഞ കേട്ടല്ലോ, ഈ യാത്രയിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും തകരാറോ പഞ്ചറോ അങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി പാസിൽ കൊടുത്തിട്ടുള്ള എമർജൻസി നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ KSEBയുടെ 1-2 ക്യാൻറ്റീനും അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പോകുന്ന വഴി അത് നോക്കാം, അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ അന്നേരം പറയുകയും ചെയ്യാം. യാത്രയിൽ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റാണ് ഇത്, മൂഴിയാർ ഡാമാണ്. ഇവിടെയും നമ്മൾ എൻട്രി പാസും അതുപോലെ ID കാർഡും നമ്മളിവിടെ കാണിക്കണം. ഇനി നമുക്ക് ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മൂഴിയാർ ഡാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ KSEBയുടെ ഒരു ക്യാൻറ്റീൻ നമുക്കിവിടെ കാണാം. ഇതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. മൂഴിയാർ ഡാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് ഗവിക്ക് പോകുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ക്യാൻറ്റീൻ എന്നുള്ള ബോർഡും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് നമ്മുടെ റൂട്ട് മാപ്പ് അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു, അതിനകത്ത് ഈ ഒരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൂഴിയാർ ഡാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ഇറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റ്. ഗവിയിലേക്ക് കാറിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ പേടിക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതല്ലേ. ഇപ്പോഴാണ് അത് ഇത്രയെങ്കിലും ആ ടാർ ഇളകിയ ഒരു ഭാഗമൊക്കെ കണ്ടത്. ഇതുവരെയും വളരെ നല്ല റോഡ് തന്നെയായിരുന്നു. യാത്രയിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ആനപ്പിണ്ടങ്ങൾ കാണാം കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു ആനപ്പിണ്ടം കണ്ടത്. അതുകൊണ്ട് തന്നെ ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. നമ്മുടെ യാത്ര പകുതിയായിട്ടുണ്ട്, ഇതുവരെ നമുക്ക് ആനയൊന്നും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല.
ഇവിടെ വന്നപ്പോഴാണ് കുറേ ഏറെ ഭാഗത്തായിട്ട് ഇങ്ങനെ ടാർ ഇളകിയ രീതിയിൽ റോഡ് കണ്ടത്. എന്നാലും കുഴികളായിട്ടൊന്നുമില്ല. പുതിയ മോഡൽ ഏത് കാറിൽ വന്നാലും ഗവിയിലേക്ക് നമുക്ക് സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാം. ഗവി യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിന്റാണിത്. കക്കി വ്യൂ പോയിന്റ്. കക്കി ഡാമിനോട് ചേർന്നുള്ള മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ്. കക്കി ഡാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു പന്നിക്കൂട്ടമാണിത്. ഇതിൽ നമുക്ക് കാണാം, ആ കുറ്റിക്കാട്ടിൽ കുറേ എണ്ണം ഇന്ന് അനങ്ങുന്നതാണ്. ഒരാൾ മാത്രമാണ് റോഡിനോട് അത്രയും അടുത്ത് നിൽക്കുന്നത്. വണ്ടി കണ്ടിട്ട് ബാക്കി എല്ലാവരും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുവാണ്. ഈ ഒരെണ്ണം ഇപ്പോഴും അങ്ങോട്ടും പോവാതെ നമുക്ക് തൊട്ടടുത്ത് തന്നെ നിൽക്കുവാണ്. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് കാട്ടുപന്നിയെ ഇത്ര അടുത്ത് കാണുന്നത്. ഇത് എക്കോപ്പാറയാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഇവിടെ വെച്ചിട്ട് ഒരു ആനയെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ കൂവൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ആനയെ കാണാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയിൽ ഏറെ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ ആനയൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഇത് കൊച്ചുപമ്പ ഡാമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട്. ഇതിന് വഴി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴേ ഇതിൻ്റെ രണ്ട് സൈഡും കാണാനായിട്ട്. പിന്നെ ഈ ഡാമുകളിലൊന്നിലും വാഹനം നിർത്താനുള്ള ഒരു പെർമിഷൻ നമുക്കില്ല. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇത് ഗവി ഫോറസ്റ്റ് സ്റ്റേഷനാണ്. നമ്മൾ വണ്ടിയിൽ വന്നിട്ട് ഇനി ഇവിടുന്ന് ഗവിയിലേക്കുള്ള ഒരു വണ്ടിക്കുള്ളൊരു എൻട്രൻസ് എന്ന രീതിയിൽ 85 രൂപയുടെ ഒരു പാസ് നമ്മൾ ഇനി ഇവിടുന്ന് വേറെ എടുക്കണം. കൊച്ചുപമ്പ എക്കോ ടൂറിസമാണ്. ഫോറസ്റ്റുകാർ തന്നെ നടത്തുന്ന ബോട്ടിംഗ് ഒക്കെ ഇവിടെയുണ്ട്. 4 പേർക്ക് 950 രൂപയാണ് ചാർജ്. ദേ നിൽക്കുന്ന ആരെയും പേടിക്കാതൊരു മയില്. ഞങ്ങൾ വിചാരിച്ചു ആ ജീപ്പ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആൾ ഓടിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞങ്ങൾക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഏറെ നേരം അവിടെ നിന്ന് തന്നു. ഓർഡിനറി എന്ന ഒറ്റ സിനിമ കൊണ്ട് പ്രശസ്തമായ സ്ഥലമാണല്ലേ ഗവി. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഗവിയിൽ നമുക്ക് അധികം കാണാനായിട്ടൊന്നുമില്ല. അതെന്താന്നല്ലേ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും ഗവിയിലൂടെയാണ്. നമുക്കിവിടെ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഗവൺമെൻറ് LP സ്കൂളാണ്. ഒരു 2 നില കെട്ടിടം. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ വേറൊന്നും കാണാൻ പറ്റത്തില്ല. സ്കൂൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഒരു ജംഗ്ഷൻ. ഈ ജംഗ്ഷനാണ് ഗവി. ഇവിടെ ഒരു 3-4 മുറി കടയുണ്ട്. ആ കടയിൽ ഒന്നിൽ പോസ്റ്റ് ഓഫീസ്, ഒന്ന് റേഷൻ കട, പിന്നെ ചെറിയൊരു കട. ഈ കടയുടെ ബോർഡിൽ തന്നെയാണ് ഒരു സഹകരണ ബാങ്കിന്റെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഇത്രയും കാണുന്നതാണ് ഗവി. ഞാനേ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാമുകളിൽ ഇത്രയും ഡാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് തോന്നുന്ന ഡാം ഈ ഗവി ഡാം തന്നെയാണ്. പിന്നെ ഇവിടെ എക്കോ ടൂറിസം ഉണ്ട്. ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്യണം. ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ആ ഗവി കക്കി ഓൺലൈൻ എന്നുള്ള നമ്മുടെ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അതിനുള്ള ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
നമ്മുടെ ഈ ഫോറസ്റ്റ് ട്രിപ്പിൽ അവസാനത്തെ ഡാമാണ് ഗവി ഡാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഡാമുകളിൽ കൂടി നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഡാം വേറെ ഒന്നുമില്ല. അത് നമ്മുടെ ഗവി ഡാം തന്നെയാണ്. യാത്രയിൽ ഗവി വരെയാണ് കാഴ്ചകളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഇനിയും കാട്ടിലൂടെ തന്നെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെയും കാടിനെ അറിഞ്ഞും കാടിൻ്റെ കാഴ്ചകൾ കണ്ടും തന്നെയുള്ളൊരു യാത്രയാണിത്. അതിനുശേഷം എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ? വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയേ. അങ്ങനെ ഏകദേശം 6 മണിക്കൂറോളം കാടിലൂടെയുള്ള യാത്ര നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തുന്നതോടെ അവസാനിക്കുകയാണ്. നമുക്ക് ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് തന്ന ഒരു പാസ് ഇല്ലായിരുന്നു, എൻട്രി പാസ്. ആ പാസ് നമ്മൾ ഇവിടെ കാണിക്കുമ്പോഴാണ് നമുക്കിവർ ഇത് ഗേറ്റ് ഓപ്പൺ ആക്കി തരുന്നത്. ഇനിയും കണ്ടില്ലേ, വണ്ടിപ്പെരിയാർ കുമളിക്കാണ് ഈ റോഡ് പോകുന്നത്. ഈ റോഡ് ചെന്നിട്ട് ഇനി നമുക്ക് എങ്ങോട്ടാ തിരിയേണ്ടതെന്നോടൊന്ന് നോക്കാം. ഇനി അങ്ങോട്ട് കുറച്ചു നേരമേ നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിതയൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാം. നമുക്കിനി വണ്ടിപ്പെരിയാർ എത്തിയിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. അവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ കുമിളിയാണ്, ലെഫ്റ്റിലേക്ക് പോയാൽ കുട്ടിക്കാനം വന്നിട്ട് കോട്ടയം ഭാഗങ്ങളിലേക്കോ പത്തനംതിട്ട ഭാഗങ്ങളിലേക്കോ ഒക്കെ തിരിയാനായിട്ട് പറ്റും. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.